ലോകത്തോട് വിട പറയുമ്പോൾ അവസാനം പറഞ്ഞ വാക്കും അതാണ്, അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കരിക്കണേ 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു എക്സാമിൻ്റെ പേര് പറഞ്ഞ് നിസ്കരിക്കാണ്ടിരിക്കരുത്. കല്യാണമുണ്ട്, പുതിയ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കുക? ജോലിക്ക് പോകുമ്പോൾ മേക്കപ്പ് ഇടുന്ന ഒരു പെണ്ണിനും ഒളു കൊടുക്കുമ്പോൾ മുഖം കഴുകാൻ പറ്റൂല. പറ്റുമോ? നെയിൽ പോളിഷ് ഇട്ട് പോയാൽ ഒളു കൊടുക്കാൻ പറ്റുമോ? നെയിൽ ഫിക്സ് ചെയ്ത് പോയാൽ ഒളു ശരിയാവുമോ? ശരിയാവില്ല. ഈ പോളിഷ് മേക്കപ്പൊക്കെ ചുരണ്ട് കളയണമെങ്കിൽ തന്നെ എന്തൊക്കെയോ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ടേ പോവുള്ളൂ അല്ലേ? വുളൂഇൻ്റെ വെള്ളം ചേരുന്നതിനെ തടയുന്നത് എന്ത് ദേഹത്തുണ്ടോ വുളു ശരിയാവില്ല. വുളു ശരിയായിട്ടില്ലേ നിസ്കാരം ഓട്ടോമാറ്റിക്കലി ബാത്തിലാണ്, ഹറാമാണ്. വുളു ശരിയാവാതെ നിസ്കരിക്കൽ ഹറാമാണ്. വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പ് മര്യാദക്ക് കഴുകാതെ വരുന്നവർക്ക് നരകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിക്ഷയാണ്, അള്ളാഹിൻ്റെ ശാപമുണ്ടാകുന്നു. അപ്പം മടമ്പ് വെള്ളം നനക്കാതെ പോന്നാൽ അത്ര വിഷയമുണ്ടെങ്കിൽ ബാക്കി വിഷയങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. അതുപോലെ മൈലാഞ്ചി സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോരുന്ന മൈലാഞ്ചി, സ്ക്രാച്ച് ചെയ്തിട്ട് പോരുക, പൊടിയായിട്ടാണ് പോരുക, നേരെ ഫെയ്ഡായി പോകും. പഴയ മൈലാഞ്ചികളൊക്കെ അങ്ങനെയാണ്, നാച്ചുറൽ നമ്മുടെ ഈ ഓർഗാനിക് മൈലാഞ്ചികളൊക്കെ ആ നിറങ്ങ് മങ്ങി 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 അങ്ങ് ഇല്ലാണ്ടായി പോലെ. പക്ഷേ ഇപ്പോഴത്തെ കെമിക്കൽ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ചോക്കും. അത് പിന്നെ സ്ക്രാച്ച് ചെയ്തിട്ടാണ് പോകുക. സ്ക്രാച്ച് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ മുകളിൽ ഒരു ലെയർ വന്നിട്ടുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ ലെയർ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ചേരില്ലല്ലോ. വെള്ളം ചേരാതിരുന്നാൽ വുളു ശരിയാവില്ല.